പാലക്കാട് നെല്ലിയാമ്പതി ചുരത്തിലുണ്ടായ KSRTC ബസ് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് 5 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത മന്ത്രി CP ജോൺ ഉത്തരവിട്ടു. വലിയ ഓവർലോഡൊന്നും വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് എന്തോ ഒരു ടൂ വീലറിനെയോ മറ്റോ കണ്ടതിനെ തുടർന്ന് വണ്ടി ഒന്ന് വെട്ടിച്ചു. അപ്പോൾ ഒരു മരത്തിൽ പോയി ഇടിക്കുകയാണ് ചെയ്തത്. അതിൽ 53 വയസ്സോളം പ്രായമുള്ള ജയന്തി എന്ന ഒരു വനിതയാണ് ഇപ്പോൾ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരാൾക്ക് റിബ്സിനെ ഉള്ളതുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. വണ്ടിയിൽ വലിയ ലോഡൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അപകട കാരണം കൃത്യമായി കണ്ടെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ചുരമിറങ്ങുമ്പോൾ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയും നിയന്ത്രണം വിട്ട വണ്ടി റോഡിൽ നിന്ന് തെന്നിമാറി തേക്ക് തോട്ടത്തിലെ മരങ്ങളിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു. അപകടത്തിൽ നെല്ലിയാമ്പതി പുലയമ്പാറ ഓറഞ്ച് ഫാമിലെ ജീവനക്കാരിയായ ജയന്തിയാണ് മരണപ്പെട്ടത്. ബസിനും മരത്തിനുമിടയിൽ കുടുങ്ങിപ്പോയ ഇവരെ 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. അപകടത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ KSRTC വിന്റേജ് ഉദ്യോഗസ്ഥർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസിന് മറ്റ് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നോ അതോ റോഡിലെ വഴുക്കലാണോ അപകടത്തിന് കാരണമായതെന്ന് 5 ദിവസത്തിനകം കണ്ടെത്തുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് പാലക്കാട്. നമസ്കാരം. 2026 പകുതിയില് ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.